ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മളെ മെട്രിക്സ് എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞാ ഇവിടെയും കട്ടാന്നില്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ? ലെറ്റ് P is Pij. P എന്താ? Pij and Q is Qij be two square matrices of order 3 such that Qij equal to 2 raised to I plus j minus 1 into Pij and determinant of Q is 2 raised to 10. Then we have to find the value of determinant of edge of RGB. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി എടുക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. പി എന്താ? Pij. ക്യൂ എന്താ? Qij അല്ലെ. ആ പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അപ്പം P11 P12 P13 അല്ലെ. then P21 P22 P23 പിന്നെയോ P31 P32 P33 ഇതല്ല പി വര, ഇതല്ല പി വര അല്ലെ. ഇനി ക്യൂ എന്താ? ക്യൂ എന്ന് പറഞ്ഞാൽ Qij ആണ് അല്ലെ. ക്യൂ എന്താ? അപ്പം ക്യൂ എന്താ? ഇതേപോലെ Q11 Q12 Q13 അല്ലെ. Q21 Q22 Q23 then Q31 Q32 Q33 അല്ലെ. ഇനി പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ 2 raised to 10 ആണ് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ എന്താ? 2 raised to 10 ആണ് അല്ലെ. then we have to find the value of determinant of edge P. ഇതല്ലേ കാണുന്നത് അല്ലെ. ആ ഡിറ്റർമിനന്റ് ഓഫ് edge P എന്ന് പറഞ്ഞാലേ ഡിറ്റർമിനന്റ് ഓഫ് edge എന്താ? ഡിറ്റ് റേസ് ടു n-1 സ്ക്വയർ അല്ലേ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് edge P എന്താ? ഡിറ്റ് പി റേസ് ടു n-1 സ്ക്വയർ അല്ലേ. അവിടെ n ഇവിടെ 3 അല്ലേ, 3/3 മെട്രിക്സ് അല്ലേ. അപ്പൊ n 3 ആകുമ്പോഴേ 3 - 1 2 സ്ക്വയർ അല്ലേ വരാ. അപ്പൊ കാണേണ്ട കാര്യ ഡിറ്റർമിനന്റ് ഓഫ് edge P എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് പി റേസ് ടു n-1 സ്ക്വയറാ. n 3 ആയതുകൊണ്ടേ n-1 സ്ക്വയർ 3 - 1 സ്ക്വയർ ആവൂലേ. ആ 2 സ്ക്വയർ 4 ആവൂലേ. അപ്പൊ ഡിറ്റർമിനന്റ് പി റേസ് ടു 4 ആവൂലേ. അപ്പൊ കാണേണ്ട കാര്യ ഡിറ്റർമിനന്റ് പി റേസ് ടു 4 ആ അല്ലെ. ആ ഡിറ്റർമിനന്റ് പി റേസ് ടു 4 ആണെങ്കിലേ ആദ്യം ഡിറ്റർമിനന്റ് പി കാണണ്ടേ അല്ലെ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ഡിറ്റർമിനന്റ് പി കാണണം അല്ലെ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് പി അല്ലെ. ഡിറ്റർമിനന്റ് പി കാണണം. അതിന് അല്ല ഇത് ക്യൂ അല്ലേ, ഇത് ക്യൂ അല്ലേ അല്ലെ. ആ ക്യൂവിനെ കുറിച്ച് പറഞ്ഞെന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് Qij എന്താണ് പറഞ്ഞത്? 2 raised to I plus j minus 1 Pij അല്ലേ. ഇതല്ലേ Qij അല്ലെ. അങ്ങനെയെങ്കിലേ ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് അത് Q11 അല്ലേ അല്ലെ. എന്താ Q11? എടാ Qij എന്ന് പറഞ്ഞാലേ 2 raised to I plus j minus 1 Pij അല്ലേ അല്ലെ. അങ്ങനെയെങ്കിലേ Q11 എന്താ? 2 raised to 1 plus 1 minus 1 P11 ആവൂലേ അല്ലെ. ഐയും ജെയും 1 ആടാ. ഐയും ജെ എന്താ 1 ആ. അപ്പൊ എന്താ വരിക? ഇത് 2 raised to 2 minus 1 2 raised to 1 2 അല്ലേ. എന്താ വരിക? 2 P11. അപ്പൊ Q12 എന്താ? 2 raised to I plus j minus 1. അപ്പൊ 2 raised to I plus j 1 plus 2 3 അല്ലേ. 3 - 1 2 അല്ലേ. അപ്പൊ 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ P12. Q13 2 raised to I plus j. അപ്പൊ 2 raised to 1 plus 3 minus 1 2 raised to 3 അല്ലേ. P13 അല്ലെ. ഇതേപോലെ Q21 എന്താണ്? 2 നമ്മളെ 2 raised to I plus j. അപ്പൊ 2 plus 1 3 ആണ്. 3 - 2 അല്ലേ. 2 raised to 2 സ്ക്വയർ P21. ഇതേപോലെ അടുത്തെന്താവും? 2 ക്യൂബ് P22. അടുത്ത 2 raised to 4 P23 അല്ലെ. Q31 2 raised to 3 plus 1 4 - 1 3 അല്ലേ. 2 raised to 3 P31. അപ്പൊ 2 raised to 4 P32. അത് 2 raised to 5 P33 ആവും. ഇത് വരും. ഓക്കെ. അപ്പൊ ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ അല്ലെ. ക്യൂ ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ. അപ്പൊ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ കിട്ടി അല്ലെ. ഞാൻ ഇനി ഇവിടെ എനിക്ക് ആരെയൊക്കെ കോമൺ ആയി എടുക്കാം? അവിടെ ഞാനേ ഫസ്റ്റ് റോന്ന് ഒരു 2 എടുക്കുകയാണ് പുറത്തേക്ക്. ഫസ്റ്റ് റോന്ന് 2 എടുക്കുകയാണ്. നോക്ക ഫസ്റ്റ് റോന്ന് 2 എടുത്താൽ ബാക്കി എന്താ വരിക? ബാക്കി എന്താ വരിക? 2 എടുത്താൽ 2 P11 2 പോയ എന്താ? P11 അല്ലെ. എടാ 2 സ്ക്വയർ P12 2 പോയ ബാക്കി എന്താ? 2 P12. 2 ക്യൂബ് P13 2 പോയ ബാക്കി എന്താ? 2 സ്ക്വയർ P13 അടുത്തു. അതേപോലെ സെക്കൻഡ് റോന്ന് എനിക്ക് ആരെ പുറത്തേക്ക് എടുക്കാം? 2 സ്ക്വയർ എടുത്തൂടെ. 2 സ്ക്വയർ എടുക്കാം. ഓക്കെ. അപ്പൊ സെക്കൻഡ് റോന്ന് 2 സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു. 2 സ്ക്വയർ എടുത്ത് ബാക്കി എവിടെ വരിക? P21 വരും. P21 എടാ ഇവിടുന്ന് 2 സ്ക്വയർ പോയ ബാക്കി 2 ഉണ്ടാവില്ലേ. 2 P22. എടാ മക്കളെ ഇവിടുന്ന് 2 സ്ക്വയർ എടുത്ത് ബാക്കി 2 സ്ക്വയർ ഉണ്ടാവില്ലേ. 2 സ്ക്വയർ P23. ഇനി തേർഡ് റോന്ന് ആരെടുക്കാം? തേർഡ് റോന്ന് 2 ക്യൂബ് എടുത്തൂടെ അല്ലെ. അങ്ങനെ 2 ക്യൂബ് ഞാൻ പുറത്തേക്ക് എടുത്താലേ 2 ക്യൂബ് ഞാൻ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക? അവിടെ ഇവിടുന്ന് 2 ക്യൂബ് പോയി ബാക്കി P31 അല്ലേ.
എടാ ഇനി ഇവിടുന്ന് 2 ക്യൂബ് പോയി ബാക്കി 2 ഉണ്ടാവില്ലേ 2p32. എടാ ഇവിടുന്ന് 2 ക്യൂബ് പോയാലേ ബാക്കി 2 സ്ക്വയർ ഉണ്ടാവില്ലേ 2 സ്ക്വയർ p33 അല്ലെ. ഇനി ഈ സെക്കൻഡ് കോളത്തിൽ നിന്ന് 2ഉം തേർഡ് കോളത്തിൽ നിന്ന് 2 സ്ക്വയർ പുറത്തേക്ക് എടുക്കാലോ അല്ലെ. സെക്കൻഡ് കോളത്തിൽ നിന്ന് 2 എടുക്കാം, സെക്കൻഡ് കോളത്തിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കാം, തേർഡ് കോളത്തിൽ നിന്ന് 2 സ്ക്വയർ എടുക്കാം. അപ്പൊ എന്താ ഇപ്പൊ ഓൾറെഡി എന്തുണ്ട് 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ 2^5 2^5 ഇൻറ്റു 1 2^6 ഉണ്ട് അല്ലെ. ഇവിടുന്ന് 2 എന്നാൽ ഇൻറ്റു 2 ആവും അല്ലെ. ഇവിടുന്ന് 2 സ്ക്വയർ വന്നാൽ ഇൻറ്റു 2 സ്ക്വയർ ആവും. ബാക്കി എന്താ വരിക ഡിറ്റർമിനന്റ് ഓഫ് P1 ഇത് രണ്ട് പോയാലേ ഇത് പോയ പിന്നെ ആരെ ബാക്കി P11 P12 P13 P21 P22 P3. അത് ആരെ ശരിക്ക് അത് ഈ പിന്റെ ഡിറ്റർമിനന്റ് അല്ലേ. അപ്പൊ അതിൽ ഡിറ്റർമിനന്റ് ഓഫ് പി അല്ലെ. എങ്ങനെയാ ഇയാളെ എടുത്തു പുറത്തേക്ക് അല്ലെ, അതുപോലെ ഇയാളെ എടുത്തു പുറത്തേക്ക് അല്ലെ. ബാക്കി ആര് വരിക P11 P12 P13 P2. അത് പി അല്ലേ വരിക, അത് പി എന്ന മെട്രിക്സ് അല്ലേ. സോ പി എന്ന മെട്രിക്സ് ഡിറ്റർമിനന്റ് അല്ലേ വരിക, ഡിറ്റർമിനന്റ് ഇവിടെ അല്ലെ. ഇപ്പൊ എന്തായി ഡിറ്റർമിനന്റ് ഓഫ് Q ഈക്വൽ ടു ഇതാരാ 2^6 into 2 2^7 അല്ലേ, 2^7 into 2^9 അല്ലേ, 2^9 into ഡിറ്റർമിനന്റ് ഓഫ് പി അല്ലെ. ഇനി ഡിറ്റർമിനന്റ് ഓഫ് Q എന്താ 2^10 അല്ലേ. അപ്പം 2^10 ഈക്വൽ ടു 2^9 into ഡിറ്റർമിനന്റ് ഓഫ് പി അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് പി എന്താ 2^10/2^9 അല്ലേ, അത് 2 അല്ലേ വരിക. സോ ഡിറ്റർമിനന്റ് ഓഫ് പി ഈസ് 2 അല്ലെ. അപ്പൊ കാണാൻ പറഞ്ഞത് ഇതല്ലടാ കാണാൻ ഡിറ്റർമിനന്റ് ഓഫ് p^4 അല്ലേ. അപ്പൊ എന്താ 2^4 ആൻസർ ഈസ് 16. അപ്പോൾ ഓപ്ഷൻ 2 അല്ല ആൻസർ വരിക, ഓപ്ഷൻ 2 ആൻസർ. ഓക്കെ ക്ലിയർ ആയെന്ന് വെച്ചാൽ നല്ല ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഉണ്ടോ മെട്രിക്സിൽ എപ്പോഴും ചോദിക്കുന്ന അതേ ടൈപ്പ് തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.